ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം. ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദീർഷദന്തമോന്തം സംസാരിണാം കരുണയാകപുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമാവം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നിധി നാമിനെ. നമാവം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. അതുപോലെ എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ശ്ലോകം ഏതാണ്? എല്ലാവരും അത് ശ്രദ്ധിച്ചോ? നമ്മള് 1-ാം സ്കന്ധം 16-ാം അധ്യായം 12-ാമത്തെ ശ്ലോകമാണ് എടുത്തുകൊണ്ടിരുന്നത്. ഹരേ കൃഷ്ണ. അതിന് എന്താ നമുക്ക് മനസ്സിലായി എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഹരേ കൃഷ്ണ. ആ ഒരു ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പരിഷത്ത് മഹാരാജാവ് ഭദ്രാംശം, കേതുമാലം, ഭാരതം, ഉത്തരഗുരു, ഇമ്പുരുഷം തുടങ്ങിയ ഭൂലോകത്തിലെ സർവഭാഗങ്ങളും കീഴടക്കുകയും അതാത് പ്രദേശങ്ങളിലെ രാജാക്കന്മാരിൽ നിന്ന് കപ്പം ഈടാക്കുകയും ചെയ്തു. പിന്നെ ഓരോ സ്ഥലത്തെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ഏതെല്ലാം പ്രദേശങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ അധികാരം വ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു പ്രദേശം എന്ന് പറയുന്നതല്ല. എന്ന് വെച്ചാൽ എല്ലാ സർവഭാഗങ്ങളിലും അദ്ദേഹത്തിന്റെ അധികാരം വ്യാപിച്ചിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയായിട്ടാണ് ഗ്രേറ്റർ എർത്തിനെ കുറിച്ചും ലെസർ എർത്തിനെ കുറിച്ചും ഒക്കെ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അത്രമാത്രം പ്രാധാന്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ അന്തരംഗ ശക്തിയോടൊപ്പം തന്നെ ബഹിരംഗ ശക്തിയും വളരെ പ്രധാനപ്പെട്ടതാണ്.
അപ്പം ഈ കാണുന്നതൊക്കെയും ബഹിരംഗ ശക്തിയിൽപ്പെട്ടതായിരുന്നു. കാരണം നമ്മുടെ കാഴ്ചയിൽ കാണുന്ന ഈ സ്ഥലങ്ങൾ നമ്മൾ പഠിച്ചതൊക്കെയും ഭഗവാന്റെ ബഹിരംഗ ശക്തിയിൽപ്പെട്ടതാണ്. പക്ഷേ ആ ബഹിരംഗ ശക്തിക്കും അന്തരംഗ ശക്തി പോലെ തന്നെ പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കുക. കാരണം ഭഗവാനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിനെ നമുക്ക് ഭഗവാൻ നേരത്തെ പറയുന്നുണ്ട്, എന്താണ്? മമ മായാ ദുരത്യയ, എന്റെ മായയെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം ഭഗവാന്റേതാണ് ഇതെല്ലാം. അതുകൊണ്ട് അത് എല്ലാത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അന്നിനെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ കൂടി നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ ജംബുദ്വീപിനെ കുറിച്ച് പഠിച്ചു അല്ലെ? എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ കേട്ടു, എന്തൊക്കെ ഓർമ്മയുണ്ടെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ജംബൂദ്വീപ്. ഹരേ കൃഷ്ണ മാതാജി. നമസ്കാരം. പാദനമസ്കാരം മാതാജി. മാതാജി, ജംബൂദ്വീപ് ഭൂമണ്ഡലത്തിലാണ്. അത് താമരയിതൾ പോലെയാണ് ഭൂമണ്ഡലം. അതിൽ 7 ദ്വീപുകൾ ഉണ്ട്. അതുപോലെ 9 ഭൂഖണ്ഡങ്ങളും ഉണ്ട്. അതിൽ മധ്യത്തായിട്ടാണ് ജംബൂദ്വീപ് എന്ന് പറയുന്നത്. അല്ലേ? നമ്മുടെ പൂന്താനം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പോലെ നമുക്ക് ജംബുദ്വീപിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അത് എങ്ങനെയുള്ളതാണ് എന്നും കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ഇനിയും ഭാഗവതത്തിൽ അതിന് അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പൂന്താനം എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത്? വിശ്വനാഥന്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. അപ്പൊ നമ്മൾ ഈ കാണുന്നതൊക്കെയും വിശ്വനാഥന്റെ മൂലപ്രകൃതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഭഗവാൻ എന്തിനാണ് പല അവതാരങ്ങൾ എടുക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത്? അവനീതല പാലനത്തിനല്ലോ. ഈ അവനീതലത്തെ പാലനം ചെയ്തു പോകണം. അതുകൊണ്ടാണ് അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴേ ഭൂലോകം എന്ന് പറയുന്നത് ഭഗവാൻ ഇവിടെ വരുന്നത് കൊണ്ട്, ഭഗവാൻ ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വരുന്നത് കൊണ്ട്, ഭഗവാൻ എത്തിച്ചേരുന്നത് കൊണ്ട് ഇതെല്ലാം ഉത്തമമാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭൂലോകം 14 ഉത്തമം എന്നല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഒരുപാട് പ്രദേശങ്ങൾ ഉണ്ടെങ്കിലും ഭൂലോകം 14 പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഉത്തമമായിട്ട് നിൽക്കുന്നത് ഭൂലോകമാണെന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം. നമ്മുടെ മലയാളിയാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ പറഞ്ഞു തന്നിരിക്കുന്നത്? എന്തുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത്? ഈശ്വരനെ അറിയാൻ നമുക്ക് ഇവിടെ വന്നെങ്കിൽ മാത്രമേ. കാരണം നമ്മൾ എവിടെയെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ തീർന്നു കഴിയുമ്പോൾ, നമ്മുടെ നന്മകൾ തീർന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് നമുക്ക് ഇവിടേക്ക് വരേണ്ടതായിട്ട് വരും. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്നുണ്ട് അല്ലേ? നമ്മളെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട്, പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മൾ എവിടെ പോകും? സ്വർഗത്തിൽ പോകും അല്ലെ? സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെ സുഖം ഇഷ്ടം പോലെ ആസ്വദിക്കും. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ കയ്യിൽ എത്ര രൂപ അങ്ങോട്ടാണോ നമ്മൾ USA-ലോ UK-യിലോ ഒക്കെ പോകുന്നത്, അവിടെ ചെന്നിട്ട് നമ്മൾ എല്ലാ സ്ഥലവും കണ്ട് ആ പ്രദേശങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി നമ്മൾ എല്ലായിടും ഓടി കണ്ടതിന് ശേഷം അവിടെ നിന്ന് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതായാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് തിരിച്ചു പോരേണ്ടതായിട്ട് അത് എന്താണ്? വിസ തീർന്നു കഴിഞ്ഞാല്, പൈസ മാത്രമല്ല വിസ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാല് നമ്മൾ അവിടെ എല്ലാം യഥാർത്ഥത്തിൽ അവിടെയൊക്കെ ചെയ്യും. നമ്മള് എങ്ങനെ പോകുന്നത്? നമ്മളിപ്പോ എന്തൊക്കെ ചെയ്യും? നമ്മൾ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കും, ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യും ഇല്ലേ? ആരെങ്കിലും വന്നാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്നോർത്തിട്ട് നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യും. ചിലരൊക്കെ ഒരുപാട് വലിയ പുണ്യകർമ്മങ്ങൾ ചെയ്യും. എങ്ങനെ? വലിയ ഹോസ്പിറ്റലൊക്കെ നടത്തി മറ്റുള്ളവർക്ക് ചികിത്സ കൊടുക്കുക, അല്ലെങ്കിൽ സ്കൂളുകൾ നടത്തി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വർഗലോകത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ആഗ്രഹിക്കും. അങ്ങനെ സ്വർഗത്തിലെ സുഖം നമ്മൾ ആസ്വദിക്കും. ഒരുപാട് കാലം ആസ്വദിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിസ തീരുന്നു, നമ്മുടെ പുണ്യകർമ്മം തീരുമ്പോൾ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് പോരേണ്ടതായിട്ട് വരുന്നു. അതിനെക്കുറിച്ച് ഭഗവത്ഗീത വിശദീകരിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുന്നു. പിന്നെയും ഇവിടെ വന്നിട്ട് വീണ്ടും പുണ്യം കൂട്ടിയെങ്കിലേ നമുക്ക് തിരിച്ചു പോകാൻ പറ്റൂ. അപ്പൊ ഇനി അവിടെ വരുമ്പോ നമുക്ക് ഭഗവാനിൽ എത്തണമെന്നാണ് ഉദ്ദേശമെങ്കിൽ എന്താണ്? തീർച്ചയായും ഈ ഭൂമിയിൽ വന്നിട്ട് ഭഗവത് സേവ, ഭക്തിയുത സേവനം, ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം ഇത് ചെയ്യാൻ ഇവിടെ മാത്രമേ സൗകര്യമുള്ളത് കൊണ്ടാണ് ഇത് 14 ഉത്തമമെന്ന് പറയുന്നത്. അപ്പൊ അവിടെ പറയുന്നു, ലവണാംബുതി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപ് ഒരു യോജന ലക്ഷവും 7 ദ്വീപുകൾ ഉണ്ടതിലെത്രയും
പിന്നെയോ ഉത്തമമെന്ന് വാഴ്ത്തുന്നു പിന്നെയും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടുത്തെ എന്താണ് ആ ഒരു ജംബുദ്വീപിനെ കുറിച്ച് അദ്ദേഹത്തിന് നോളജ് ഉണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നമ്മളെ മനസ്സിലാക്കുന്നത്. ഇനിയും അതിന് കർണികയായിട്ട് നിൽക്കുന്നത് ഭൂതരേന്ദ്രൻ എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ആ ജംബുദ്വീപിന്റെ മധ്യത്തായിട്ട് ഒരുപാട് എന്തുകൊണ്ട് പർവ്വത പ്രദേശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ഉയരമുള്ളതാണ്. മന്ദര പർവ്വതത്തെ കുറിച്ച് പറയുന്നു അല്ലെ. അങ്ങനെ ഒരുപാട് അങ്ങനെ വരുന്നത് ഏതോ ഒരു പൊട്ടായി നിൽക്കുന്നതാണ് ഭാരതഭൂതലം എന്നും അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതിനെക്കുറിച്ച് വിശദീകരിച്ചു. അവിടെയുള്ള ഭദ്രാശം, കേതുമാലം, ഭാരതം, ഉത്തരഭാഗത്തെ കുരുദേശം, കിംപുരുഷ വർഷം തുടങ്ങിയവയെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹം ഇവിടെ ഈ ഭാഗത്തു നിന്നെല്ലാം ഈടാക്കിയിരുന്നു? കപ്പം ഈടാക്കിയിരുന്നു. അത് അധികാരത്തിൽ വാങ്ങുകയും ചെയ്തിരുന്നു എന്നും ഇവിടെ പറഞ്ഞു. ഇപ്പൊ ഭദ്രാശം കഴിഞ്ഞു. ഭാരതവർഷത്തെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ. 9 മേഖലകളിൽ ഒന്നാണ് ഈ ഒരു വിഭാഗവുമെന്ന് പറയുന്നു. അപ്പം ജംബുദ്വീപിന്റെ മധ്യഭാഗത്ത് ഇളാവത് വൃത്തവർഷം സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുത്തു. അപ്പം അവിടെ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇതിനെ എന്തിനാ പഠിപ്പിക്കാൻ കാരണം എന്താണ്? ഇപ്പൊ നമുക്ക് പറഞ്ഞു തരാൻ കാരണം എന്താണ്? അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ എന്തിനാണ്? നമ്മൾ ഭക്തിക്കാണ് ഭാഗവതം എടുക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്? എന്തിനാ നമുക്ക് ഉത്തരഗുരുവിനെ കുറിച്ച് അറിയണോ? കിംപുരുഷ വർഷത്തെ നമ്മളിപ്പോ അവിടെ പോവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ അതൊന്നും ഇല്ല. നമുക്കതേ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ എന്തുകൊണ്ട് ഇത് തരുന്നു? ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വളരെയധികം സുഖപ്രദമായ ജീവിതം അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ അവിടേക്ക് പോകാൻ നമുക്ക് കഴിയും. അവിടെ ചെന്നാലും ശരി, അവിടെ നിന്ന് നമുക്ക് ഭഗവാനിലേക്ക് എത്തേണ്ടതായിട്ട് വരുന്നു. അപ്പൊ നമ്മള് ഭൗതിക സ്വത്തിൽ ആസ്വദിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അവിടെയും ഇങ്ങനെയുള്ള ജീവിതങ്ങളൊക്കെ ഉണ്ട്, എവിടെയും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നുകൊണ്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പ്രാധാന്യം തീരുന്നില്ല. അവിടെ എവിടെ പോയാലും നമ്മുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അപ്പൊ 10,000 വർഷമായിരിക്കും അവിടെയൊക്കെ ജീവിതം. അപ്പൊ എന്നിരുന്നാൽ തന്നെയും നമുക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞു തരികയാണ്. അപ്പൊ ഇവിടെ ജംബു നദിയെ കുറിച്ച് പഠിച്ചു, ജംബു ദ്വീപിനെ കുറിച്ച് പഠിച്ചു. ജംബു നദ എന്ന ആ ഭാഗത്തൊക്കെ വളരെ വൻതോതിൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ശേഖരങ്ങളുണ്ട്. അപ്പൊ ആ ഭാഗത്തെ അവിടെയുള്ള വൃക്ഷങ്ങളിൽ നിന്ന് വരുന്ന ഫലങ്ങൾ, അതിന്റെ നീരും, അതുപോലെ ആ നദിയുടെ തീരത്തുള്ള മണ്ണും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് സൂര്യപ്രകാശവും വായുവും ഇതെല്ലാം കൂടെ സംയോജിച്ചിട്ട് അവിടെ എന്തായിട്ടുണ്ട്? സ്വർണ്ണ ശേഖരങ്ങളുണ്ട്. അവിടെയുള്ളവർ ഇഷ്ടം പോലെ സ്വർണം ശേഖരിച്ചു വെക്കുന്നു, അവരുപയോഗിക്കുന്നു. വളരെ 10,000 വർഷമൊക്കെയാണ് അവരവിടെ ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ ഇത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ശുകദേവ ഗോസ്വാമി നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇനി ശുകദേവ ഗോസ്വാമി ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് 5-ാം സ്കന്ധത്തില് നമുക്ക് പറഞ്ഞു തരും. അപ്പം അവിടെയും സ്ത്രീ പുരുഷന്മാർ ഒരുപാട് സ്വർണം ഉപയോഗിക്കുന്നവരുണ്ട്. ഇവിടെ നമുക്കറിയാം, നമ്മളും ഒരുപാട് സ്വർണം ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ സ്വർണം ശേഖരിക്കുന്നത് എങ്ങനെയാണ്? സ്വർണം ഉണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് അതിനൊരു പ്രത്യേക ലിമിറ്റേഷൻ തന്നിട്ടുണ്ട്. എന്താണത്? നമ്മുടെ കറൻസി നോട്ട് അടിക്കുന്നതിന് സ്വർണ്ണ ശേഖരം ആവശ്യമാണ് അല്ലെ. അപ്പം അങ്ങനെ ഇത്ര കറൻസി നോട്ട് അടിക്കുമ്പോൾ ഇത്ര സ്വർണം അവിടെ സൂക്ഷിച്ചിരിക്കണം, ഉണ്ടെങ്കിൽ മാത്രമേ അത്, അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇവിടെ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ മാത്രമല്ല, സാധാരണ എല്ലാ രാഷ്ട്രങ്ങളിലെയും ഗവൺമെന്റുകൾ. അപ്പം അങ്ങനെ ഭൗതിക സ്വത്ത് ഒരുപാടുണ്ട് അവിടെയും ഇവിടെയും. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. വീണ്ടും തിരിച്ച് വരേണ്ടതായിട്ട് വരും. ഇങ്ങനെ കറങ്ങി നടക്കേണ്ടതായിട്ട് വരും. അവസാനം നമ്മൾ ചിലപ്പോൾ കുഴിയിൽ ചെന്ന് വീഴേണ്ടതായും വരും എന്നുള്ള ഒരു ധാരണ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ ഇവിടെ ഇതൊന്നും നമ്മളെ ഈ യുഗം, കലിയുഗം എന്ന് പറയുന്നത് ഭൗതിക സ്വത്തിലാണ്. അങ്ങ് അത്യധികം ആനന്ദിക്കുന്നവരാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സുമന്ദമതയോ മന്ദഭാഗ്യാഹി ഉപദ്രുത എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഭക്തനാണെങ്കിലോ
ഒരു ഭക്തനായി തീർന്നാൽ അതിൽ യാതൊരു ഭ്രമവും ഉണ്ടാകുകയില്ല. ഇങ്ങനെയുള്ള ഭക്തൻ നമ്മളെ പോലുള്ള ഭക്തരല്ല, നമ്മളെപ്പോഴും അതിൽ ഭ്രമിക്കുന്നവരാണ്. പക്ഷെ നമ്മളെ പോലുള്ള സാധാരണ ഭക്തര്, ഒരു നല്ല ശുദ്ധ ഭക്തന് ഇതിലൊരു ഭ്രമവും ഉണ്ടാകുകയില്ല. നമ്മള് മഹാപ്രഭു എന്താ പറഞ്ഞിരിക്കുന്നത്? ഐനന്ദ തനൂജ കിങ്കരം, അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എന്താണ് ആ ലൈൻ? ആർക്കൊന്ന് പറയാം? നിങ്ങൾ പഠിച്ചതാണ്, പഠിക്കുന്നുണ്ടല്ലോ, വായിക്കുന്നുണ്ടല്ലോ, അത് പറയുന്നുണ്ടോ ഡെയിലി? എവിടെയുള്ളതാണ്? എന്തിലാണ് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്? ശിഷ്ടാഷ്ടകത്തിൽ അല്ലെ? അപ്പൊ ആ ഒരു നാനാവിധ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ലോകത്തില് അവിടെ നമ്മളെ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. എന്താണ്? നന്ദതനൂജ കിങ്കര, അദ്ദേഹത്തെ മാത്രമേ എനിക്ക് മതി, നന്ദതനൂജനെ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ആ രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അപ്പം നാനാവിധ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നെടുത്ത് അവിടുത്തെ പാദപങ്കജങ്ങളിലാക്കി തരണമേ എന്നാണ് ഇവിടെ പറയുന്നത്. പതിതമ്മാം വിഷമേ ഭവാംബുധൗ, അല്ലേ? കൃപയാ തവപാദ പങ്കജസ്ഥിതധൂളി സദൃശം വിചിന്തയ എന്ന് പറയുമ്പം ഞാനിവിടെ വളരെയധികം എന്താണ് ആനന്ദത്തിൽ, ഈ കണ്ടുകൊണ്ടുള്ള ഈ ബഹിരംഗ ശക്തിയിൽ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് അത് കൂടുതൽ കൂടുതൽ നേടണമെന്ന് ഓർത്തിവിടെ അതിനകത്ത് പെട്ടുപോയിരിക്കുന്നു. അല്ലയോ നന്ദസൂനോ, എന്നെ അതിൽ നിന്നെല്ലാം എടുത്തിട്ട് എവിടെ കൊണ്ട് എത്തിക്കണം? ഇങ്ങനെ അനാവിധ ഐശ്വര്യങ്ങൾ പ്രകടനം ചെയ്യുന്ന ഈ ഭൗതിക ലോകത്തിൽ നിന്ന് എന്നെ എടുത്തിട്ട് അവിടുത്തെ പാദപങ്കജത്തിൽ ഒന്നാക്കി തരണമേ എന്നാണ് അവിടെ ആവശ്യിക്കുന്നത്. പതിതമ്മാം വിഷമേ ഭവാംബുധോ, ഞാനിവിടെ പതിച്ചു പോയി, അങ്ങനെയുള്ള ഇതിൽ നിന്ന് എന്നെ ഒന്ന് ഉയർത്തിയെടുത്ത് തരണേ എന്നിവിടെ പറയുന്നു. അപ്പം അഭയം തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം സ്വർണ്ണക്കിരീടമോ അല്ലെങ്കിൽ മറ്റാഭരണങ്ങളോ ഒക്കെ ഒരുപാട് ധരിക്കുന്ന ദേവന്മാരുടെ പദവി ഒരു മായാജാലക്കാരന്റെ പദവി പോലെയാണെന്നാണ് പ്രബോധാനന്ദ സരസ്വതി പറയുന്നത്. അദ്ദേഹം പറയുന്ന, ആചാര്യൻ പറയുന്നത് എന്താണ്? ഒരു സ്വർണ്ണക്കിരീടവും ധരിച്ച് ആഭരണങ്ങളും എല്ലാം ധരിച്ച് ദേവന്മാര് വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ്, ഐശ്വര്യത്തിൽ ഭ്രമിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ പദവിയെ കുറിച്ചാണ് നമ്മൾ ദേവന്മാരെന്ന് പറയുമ്പോൾ അങ്ങേറ്റത്തെ ആൾക്കാരെന്നാണ് ചിന്തിക്കരുത്, അതിനുകൊണ്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ പ്രബോധാനന്ദ സരസ്വതി പറയുകയാണ്, ദശഹോർ ആകാശപുഷ്പായതേ. നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തിച്ചിട്ട് അത് ശരിയാണ് എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ അതിനകത്തൊന്നും ഒരു മായാജാലക്കാരന്റെ പദവിയാണ് അവിടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. ഭക്തൻ ഒരിക്കലും ആ ഐശ്വര്യത്തിൽ പ്രലോഭിതനാകുകയില്ല എന്ന് ഇവിടെ പറഞ്ഞു തരികയാണ്. അപ്പൊ ഇതെല്ലാം ഭൗതിക ലോകത്തിന്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞു തന്നിരിക്കുന്നതെല്ലാം. അങ്ങനെ ഭൗതിക ലോകത്തിൽപ്പെട്ട ഉത്തരഗുരുവിനെ കുറിച്ചും കിംപുരുഷ വർഷത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പൊ അവസാനം പറയുന്നു ഹിമാലയൻ പ്രവിശ്യയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ കിംപുരുഷ വർഷത്തിനടുത്താണ് ഹിമാലയൻ പ്രവിശ്യ വരുന്നത്. അവിടെ ശുകദേവ് ഗോസ്വാമി ഈ ഹിമാലയൻ പ്രവിശ്യയിലാണ് ജനിച്ചതെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നാണ് ഭാരതവർഷത്തിലെത്തിയതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആ കഥ ആ കഥയെല്ലാം നോടിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതറിയാവുന്ന, അത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന കഥയായിരുന്നു. അപ്പൊ അവിടെ അങ്ങനെ സർവ്വദിക്കിലുള്ള മഹാസാഗരങ്ങളെയും അങ്ങനെ എല്ലാത്തിനെയും അത് തന്റെ പിതാമഹനെ പോലെ അദ്ദേഹവും കൈക്കലാക്കി. ആരാണിത്? ഈ പ്രദേശങ്ങളെല്ലാം ആരുടെ കൈക്കലായിരുന്നു എന്നാണ് പറയുന്നത്? പരീക്ഷിത് മഹാരാജാവിന്റെ കയ്യിലായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഗുരുവർഷമായാലും ശരി, കിംപുരുഷ വർഷമായാലും ശരി, ഭദ്രാശ്വമായാലും ഭാരതവർഷമായാലും കേതുമാലയായാലും ഈ ഭാഗങ്ങളെല്ലാം എല്ലാം അദ്ദേഹത്തിന്റെ കൈകളിൽ ആയിരുന്നു, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിന് കീഴിൽ ആയിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനായിട്ട് ഒരു ദിവസം PTP കാണിച്ച് പറഞ്ഞു തരാൻ പറയാം ഞാൻ സമ്പൂർണ്ണ പ്രഭുവിനോട്. കാരണം നേരത്തെ ഒന്ന് എടുത്തതാണ് ഇതിനെക്കുറിച്ച്. ഒരുപാട് ഇതിലും കുറച്ച് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പിത്ത് കണ്ടുപോയി നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടും ഉണ്ട്. നമുക്കതിന് പിന്നീട് പഠിക്കാം. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. ശ്ലോകം 13 തൊട്ട് 15 വരെയാണുള്ളത്. ഒന്നിച്ചൊരു ശ്ലോകമായിട്ട് ഇട്ടിരിക്കുകയാണ് 13 തൊട്ട് 15 വരെ. തത്ര തത്രോപസൃണ്വാന സ്വപൂർവേഷാം മഹാത്മനാം പ്രഗീയമാണാം ചേശഃ
കൃഷ്ണമാഹാത്മ്യസൂചകം ആത്മാനം ച പരിത്രാതം അശ്വത്ഥാത്മനോസ്ത്രതേജസഃ സ്നേഹം ച വൃഷ്ണിപാർത്താനാം തേഷാം ഭക്തിം ച കേശവേ തേഭ്യഃ പരമസന്തുഷ്ട പ്രീത്യുജ്രംഭിതലോചന മഹാധനാനി വാസാംസി ദദൗ ഹാരൻ മഹാമനാഃ തത്ര തത്രോപസൃണ്വാന സ്വപൂർവേഷാം മഹാത്മനാം പ്രഗീയമാണാം ചേശഃ കൃഷ്ണമാഹാത്മ്യസൂചകം. ആദ്യത്തെ 2 ലൈൻസ്. തത്ര തത്രോപസൃണ്വാന സ്വപൂർവേഷാം മഹാത്മനാം പ്രഗീയമാണാം ചേശഃ കൃഷ്ണമാഹാത്മ്യസൂചകം. തത്ര തത്ര എന്ന് പറയുമ്പം അവിടെ ഇവിടെയുമായിട്ട് എന്താ അങ്ങനെ പറയാൻ കാരണം? രാജാവ് സന്ദർശിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, എല്ലായിടവും സന്ദർശിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ രാജാവ് സന്ദർശിച്ച സ്ഥലത്തൊക്കെ ഉപസൃണ്വാന, നിങ്ങൾ കേട്ടിട്ടില്ല, അതൊരു വാക്കാണ്. എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ വീണ്ടും വീണ്ടും അദ്ദേഹം കേട്ടു, നിരന്തരം കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഉപസൃണ്വാന സ്വപൂർവേഷാം മഹാത്മനാം. സ്വപൂർവേഷാം അദ്ദേഹത്തിന്റെ ആരെക്കുറിച്ച് കേട്ടു? സ്വപൂർവേഷാം എന്ന് പറയുമ്പോഴേ അവിടെ അദ്ദേഹത്തിന്റെ പൂർവ്വ പിതാമഹന്മാരെ കുറിച്ച് കേട്ടു. ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ പൂർവ്വ പിതാമഹന്മാരെ? ആരെ കുറിച്ചാ കേട്ടത്? പാണ്ഡവരെ കുറിച്ച്. പാണ്ഡവരെ കുറിച്ചും കൃഷ്ണ ഭഗവാനെ കുറിച്ചും അവിടെ കേട്ടു. മഹാത്മനാം. ഇനി മഹാത്മനാം, മഹാ പ്ലസ് ആത്മനാം, മഹാത്മനാം എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് മഹാത്മാക്കളായിരുന്നു എന്ന് വെച്ചാൽ ഭഗവാന്റെ മഹാഭക്തന്മാർ ആയിരുന്നു. പ്രഗീയമാണാം ചേശഃ. പ്രഗീയമാണ പിന്നെ എന്താണ്? അങ്ങനെ പ്രഗീയമാണെന്ന് വെച്ചാൽ അങ്ങനെ സംബോധന ചെയ്യുന്നു, അങ്ങനെ പറയുന്നവർക്ക്. പ്രഗീയമാണ ച ഓം യശഃ. യശഃ നേരത്തും പഠിച്ചിട്ടുള്ളതാണ്. യശസ് മലയാളത്തില് അത്രയേ ഉള്ളൂ. മഹാത്മ്യങ്ങൾ. ഇനി യശഃ കൃഷ്ണ മാഹാത്മ്യ സൂചകം. കൃഷ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാൻ കൃഷ്ണൻ എന്നുള്ളത്. കൃഷ്ണ മാഹാത്മ്യ സൂചകം. കൃഷ്ണ 2 വാക്കുകളാണ്. കൃഷ്ണ വെച്ച ആകർഷണം അല്ലെ. പിന്നെ എന്ന് പറഞ്ഞാലോ ആനന്ദം. ഈ 2 വാക്കുകൾ ചേരുകയാണ്. കൃഷ്ണ വെച്ച കൃഷ് എന്ന് പറയുമ്പോൾ ആകർഷിക്കുന്നത്, എന്ന് പറയുമ്പോൾ ആനന്ദത്തെ, അല്ലെങ്കിൽ കൃഷ് എന്ന് പറയുന്നതിന് അസ്തിത്വം എന്ന് പറയാം, എന്ന് പറയുന്നതിന് ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുന്നവൻ കൃഷ്ണ. അപ്പം 2 അർത്ഥത്തിലും നമുക്ക് എടുക്കാം. കൃഷ്ണ എന്ന് പറയുമ്പോൾ ആകർഷണത്തോടു കൂടിയവൻ, എന്ന് പറയുമ്പോൾ ആനന്ദത്തോടു കൂടി ഇരിക്കുന്നവൻ, അല്ലെങ്കിൽ അസ്തിത്വത്തോടു കൂടി. അസ്തിത്വം, ഏറ്റവും വലിയ അസ്തിത്വം, നമ്മുടെ അസ്തിത്വമാണ് കൃഷ്ണൻ എന്നുള്ള അസ്തിത്വം. അതുപോലെ ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മളെ വിരമിപ്പിക്കുന്നവൻ. വേറെ ആർക്കും ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തി തരാൻ കഴിയില്ല. എന്താണ് ഈ മുക്തിയും പ്രേമവും അല്ലെങ്കിൽ ഭക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളെല്ലാവരും ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തി നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. വിരാമമിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ എന്താണ് തമ്മിലുള്ള വ്യത്യാസം? കൃഷ്ണ മാഹാത്മ്യ സൂചകം. കൃഷ്ണ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് സാമീപ്യം എന്താണ് ഇത് തരുന്നവരാണ്. അപ്പം മുക്തി നേടി നമ്മളെല്ലാം വലിയ, നമുക്ക് മുക്തി കിട്ടണം, നമുക്കെല്ലാം ആഗ്രഹം എന്താണ്? മുക്തി നേടണം. മുക്തി നേടുന്നു. അപ്പൊ മുക്തിയേക്കാൾ വലുതാണ് എന്ത്? ഭക്തി. മുക്തിക്ക് അപ്പുറമാണ് ഭക്തി. മുക്തി നമുക്ക് ഭഗവാൻ തരും, പക്ഷേ ഭക്തി തരാൻ വലിയ പാടാണ്. ഭഗവാൻ അത് തരുന്നത് വളരെ സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ. നമ്മള് എന്താണ് പല കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യും? പല കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനറിയാം. അപ്പൊ അവരെന്ത് ചെയ്യും? ഓരോ കുട്ടിക്കും അതിനായുള്ള സ്ഥാനം കൊടുക്കും. ക്ലാസ് ലീഡർ എന്ന് പറയുമ്പോൾ അത് ഏത് കുട്ടിയെ വേണമെങ്കിലും, കഴിവുള്ള ഏത് കുട്ടിയെ വേണമെങ്കിലും എന്താണ് ലീഡറാക്കി വെക്കാൻ കഴിയും. പക്ഷേ ഒരു എസൻസ് ആയി എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കഴിയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക, അതിനെ കുറിച്ചൊരു നോട്ട് എഴുതി അതിനെക്കുറിച്ച് ക്ലാസ്സിൽ അത് പറയാൻ പറയുമ്പോൾ, ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറയുമ്പോൾ അത് ഏറ്റവും കഴിവുള്ള കുട്ടിയെ ആയിരിക്കും അതിനെടുക്കുന്നത്. എന്തുകൊണ്ട്? അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രം, അങ്ങനെ കഴിവുള്ളവർക്ക് മാത്രമേ മറ്റു കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കഴിവുള്ള എല്ലാവർക്കും ക്ലാസ് ലീഡർ ആകാൻ കഴിയും എന്ന് പറയുന്നതോടെ നേതൃത്വം നേടിയെടുക്കാൻ എല്ലാവർക്കും കഴിയും.
പക്ഷേ അതിനെ നല്ല സ്ഫുടമായി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കഴിവ് വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ കൃഷ്ണൻ എന്ന് പറയുമ്പം ബാക്കി എല്ലാവരെയും ദേവതകളെയൊക്കെ നമ്മൾ എന്താണ് സാധാരണക്കാരെന്ത് പറയും, എല്ലാവരെയും ഭഗവാൻ ഭഗവാൻ എന്ന് പറയും അല്ലേ. പക്ഷേ ഭഗവാനും ആരാണ്, കൃഷ്ണൻ ആരാണ്, ഇത് നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം. അപ്പൊ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് അതിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, വിഷ്ണു പാദത്തിലാണ് നമ്മൾ സമർപ്പിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഒരുവിധം ബലിയൊക്കെ ഇടുന്നത് എന്താണ്, വിഷ്ണു പാദത്തിൽ സമർപ്പിക്കുക എന്ന് പറയും. അപ്പൊ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം തരാൻ കൃഷ്ണന് മാത്രമേ കഴിയുള്ളൂ. ആ കൃഷ്ണന്റെ മാഹാത്മ്യ സൂചകം എന്ന് പറയും. മാഹാത്മ്യ സൂചകം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള മഹത്തായ പ്രവൃത്തികൾ അതിനെ സൂചിപ്പിക്കുന്നു, മഹത്തായ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നു. അപ്പൊ ആ 2 ലൈനിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? തത്ര തത്രോപസൃണ്വാന സ്വപൂർവേഷാം മഹാത്മന പ്രഗീയമാണാം ചേശഃ കൃഷ്ണ മാഹാത്മ്യ സൂചകം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് ഈ 2 ശ്ലോകം ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ. വായിച്ചോട്ടെ. നമോ ഭഗവതേ വാസുദേവായ. തത്ര തത്രോപശൃണ്വാന സ്വപൂർവേഷാം മഹാത്മന പ്രഗീയമാണം ജയച കൃഷ്ണ മാഹാത്മ്യ സൂചകം. ഹരേ കൃഷ്ണ. ഇവിടെ ഇശഹ എടുക്കണം കേട്ടോ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്ര തത്രോ വച്ഛ്നാനാം സ്വപൂർവേഷാം പ്രഗീയമാനാം തത്ര തത്രോപശൃണ്വാനാം സ്വപൂർവേഷാം മഹാത്മനം പ്രഗീയമാനം യശഃ കൃഷ്ണ മഹാത്മ്യ സൂചകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. സ്വപൂർവേഷാം അദ്ദേഹത്തിന്റെ സ്വന്തം പിതാമഹന്മാരെ കുറിച്ച് സ്വപൂർവേഷാം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം പ്രഗീയമാണാം ചേശഃ കൃഷ്ണ മാഹാത്മ്യ സൂചകം. നമ്മള് രാജാവ് സന്ദർശിച്ച സ്ഥലങ്ങളിലൊക്കെയും ഭഗവത് ഭക്തരായ തന്റെ പൂർവികരുടെ പ്രതാപത്തെക്കുറിച്ചും ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതാപാർഹമായ കൃത്യങ്ങളെക്കുറിച്ചും മാഹാത്മ്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ശ്രവിച്ചു എന്നാണ് പറയുന്നത്. ആരാ ശ്രവിച്ചത്? ആരാണ് ഇവിടെ ശ്രവിക്കാൻ പോയത്? സംശയം വരരുത്, അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അദ്ദേഹമാണ് ഇവിടെ പോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാമഹന്മാര് ഭരിച്ചിരുന്ന പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം പോവുകയാണ്. അവിടെയെല്ലാം അദ്ദേഹം കേൾക്കുന്നത് ഇവരെ കുറിച്ചാണ്. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പർട്ട് ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്. ഗുരുദേവ് കി ജയ്. പ്രഭുപാദി കി ജയ്. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. അപ്പം രാജാവ് ഇവിടെ എല്ലാം സന്ദർശിച്ചു. അവിടെ തന്റെ പൂർവികരെ കുറിച്ച് കേട്ടു, അവരുടെ പ്രതാപത്തെ കുറിച്ച് കേട്ടു, അതുപോലെ ഭഗവാന്റെ പ്രതാപാർഹമായ കൃത്യങ്ങളെ കുറിച്ചും മാഹാത്മ്യങ്ങളെ കുറിച്ചും നിരന്തരം കേട്ടുകൊണ്ടേ ഇരുന്നു എന്ന് പറയുന്നു. അപ്പം എന്താണ്, ആൾക്കാർ പലതരത്തിൽ ഒരു രാജ്യം സന്ദർശിക്കുമ്പോൾ രാജാവിന് പലതരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇവിടെ അദ്ദേഹം പോയി, അദ്ദേഹം ആൾക്കാരെ കാണുന്നു. പക്ഷെ ഇവിടെ അദ്ദേഹം കേൾക്കുന്നത് എല്ലാം അദ്ദേഹത്തിന്റെ പൂർവികരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ കേട്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഭഗവാനെ കുറിച്ച് അതുപോലെ അദ്ദേഹത്തിന്റെ പൂർവികരെ കുറിച്ചും കേട്ടു എന്നിവിടെ പറഞ്ഞൊപ്പിക്കുന്നു. അപ്പം ആൾക്കാരവിടെ പല രീതിയിലുണ്ട്. ശുദ്ധ ഭക്തരുണ്ട്, അല്ലാതെ ഭക്തി കുറഞ്ഞവരുണ്ട്, ഭൗതികമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പൊ ഓരോരുത്തരും ഭൗതികതയിൽ പെട്ടവരാണെങ്കിൽ പോലും അവർക്കും എന്തറിയാമായിരുന്നു? അദ്ദേഹത്തിന്റെ പൂർവികരെ കുറിച്ച് അറിയാമായിരുന്നു. അല്ലാതെ എല്ലാവരും നിഷ്കിഞ്ചനന്മാർ മാത്രമല്ല. എന്താണ് നിഷ്കിഞ്ചനന്മാരെന്ന് പറഞ്ഞാല്? ഒരു രാജ്യത്തിൽ എല്ലാവരും നിഷ്കിഞ്ചനന്മാർ മാത്രമല്ലല്ലോ. ആരാണ് ഈ നിഷ്കിഞ്ചനൻ? നിഷ്കിഞ്ചനൻ ഏറ്റവും നമ്മൾ കേട്ടിരിക്കേണ്ടത് എന്താണ്? എല്ലാ ഭൗതിക മോഹങ്ങളിൽ നിന്നും മോചനം നേടിയിട്ട് ഭഗവാനെ മാത്രം
മാത്രം ആശ്രയിക്കുന്നവരെയാണ് നിഷ്കിഞ്ചനൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ലോകത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, പലതരം ആൾക്കാരെ അദ്ദേഹം കണ്ടുകൂട്ടി. പക്ഷെ ഈ ആൾക്കാരൊന്നും തന്നെ അല്ലെങ്കിൽ എല്ലാവരും തന്നെ എന്ത് ചെയ്യുന്നവരായിരുന്നു? ഇദ്ദേഹത്തിന്റെ പൂർവ്വപിതാമഹന്മാരെ കുറിച്ചും ഭഗവാന്റെ യശസ്സിനെ കുറിച്ചും വാഴ്ത്തി പറയുന്നവരായിരുന്നു എന്നുള്ളതാണ്. അപ്പം പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം നമ്മൾ പറയും ഡിവോട്ടീസ്, നോൺ ഡിവോട്ടീസ് എന്നൊക്കെ പറയും, അല്ലെ? അപ്പൊ ഈ നമ്മൾ യഥാർത്ഥത്തിൽ നോൺ ഡിവോട്ടീസ് ആരുമില്ല, എല്ലാവരും ഡിവോട്ടീസ് ആണ്, അല്ലെ? അപ്പൊ അങ്ങനെ ഡിവോട്ടീസ് തന്നെ പല വിധത്തിലുണ്ട്. ആരും പറയേണ്ട കാര്യമില്ല നോൺ ഡിവോട്ടീസ്, നമ്മളൊക്കെ പറഞ്ഞു പോയി, അതിന്റെ ആവശ്യമേ ഇല്ല. കാരണം ഏതെങ്കിലും ഒരു രീതിയിൽ അവരുടെയും ഉള്ളിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. ഇല്ലാതെ അവർക്ക് നിൽക്കാനോ, അവർക്ക് ഭഗവാൻ ഇല്ല എന്ന് പറയുന്ന വ്യക്തിയിലും ഭഗവാനുണ്ട്. അതാണ് രസകരമായിട്ടുള്ളത്. അപ്പം നമ്മൾ ഭഗവാനോ ആരെ, ഞാൻ ദൈവത്തെ ഒന്നും കേൾക്കാതില്ല, ദൈവത്തിന്റെ കാര്യം എനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്നവരിലും ആ പറയിപ്പിക്കുന്നതും ആരാണ്? ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ ഇല്ലാതെ അവർക്ക് പറയാൻ കഴിയില്ല. സാധാരണയായി 3 തരം വ്യക്തികളുണ്ട് ലോകത്തില്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് മെറ്റീരിയലിസ്റ്റിക് പേഴ്സൺസ്, ഭൗതികമായ രീതിയിൽ ചിന്തിക്കുന്നവരെ. അപ്പം പക്വത വരാത്തവരാണ് അവരെ. അപ്പം അവരുടെ പാസ്റ്റിന്റെ ബേസിലായിരിക്കും അവർ സാധാരണ ചിലർ കാണുന്നത്. എന്നുവെച്ചാൽ ഒരു ഭക്തൻ എപ്പോഴാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏത് സമയത്താണ് അവന്റെ മനസ്സിൽ മാറ്റം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇന്നലെ വരെ അവൻ എങ്ങനെയായിരുന്നു? ഇന്നലെ വരെ അല്ലെങ്കിൽ ആൾക്കാരെ തല്ലിക്കൊന്ന് ജീവിച്ചവനാണ്, അല്ലെങ്കിൽ കള്ളുകുടിച്ച് ജീവിച്ചവനാണ്, അല്ലെങ്കിൽ ഒരുപാട് മാംസാദികൾ ഉപയോഗിച്ചിരുന്നവനാണ് എന്നൊക്കെ വെച്ച് ആ ബേസിൽ ചിലരെ കാണും, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ കാണും. അല്ലെങ്കിൽ ചിലര് പക്ഷെ ആ പ്രസന്റിന്റെ ബേസിൽ മാത്രം വിലയിരുത്തുന്നവരുണ്ട്. ചിലരോ പൊട്ടൻഷ്യലായിട്ട് ഓൾറെഡി ഭക്തരാണെന്നുള്ള ഒരു വിഷൻ ഉള്ളവർക്ക് നമുക്ക് മനസ്സിലാകും. വിഷൻ നമുക്ക് ചില ആൾക്കാരെ ഓൾറെഡി അവര് ഭക്തരാണ്, പക്ഷെ സാഹചര്യത്തിൽ അവരിപ്പോ പെട്ടുപോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. അതിനൊരു എക്സാമ്പിൾ പറയാമോ? ശ്രീല പ്രഭുപാദരെ അമേരിക്കയിൽ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാർ അന്ന് വളരെയധികം മോശമായ സാഹചര്യത്തിലാണ്. അവർക്ക് ഒട്ടും തന്നെ ഭക്തി ഉണ്ടെന്ന് തോന്നത്തില്ല. ഒട്ടും തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. അങ്ങനൊക്കെയാണ് ആരെ കാണുന്നത്? അവിടെ ചെന്ന് അമേരിക്കയിലെ ആൾക്കാരെ പ്രഭുപാദർ കാണുന്നത്. പക്ഷേ ശ്രീല പ്രഭുപാദർക്ക് അതൊരു വിഷൻ ഉണ്ടായിരുന്നു. എന്താണ്? അവിടുത്തെ ആൾക്കാരെ ഇങ്ങനെ ഈ സാഹചര്യത്തിൽ ഇവിടെ പെട്ടുപോയിരിക്കുന്നെങ്കിലും ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുമ്പോൾ നമ്മൾ ഈ ഈശ്വര സാഹചര്യത്തെ കുറിച്ചൊക്കെ ഈശ്വരനെ കുറിച്ചൊക്കെ ചിലപ്പോൾ മറന്നുപോകും. അപ്പൊ അവിടെ ആ ഒരു ചിന്താഗതി ആരും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആണ് അവർ ഈ നിലയിൽ നിൽക്കുന്നതെന്നും അവരിൽ കുറച്ചു പേർക്കെങ്കിലും എങ്ങനെയുള്ളവരാണ്? ഓൾറെഡി ഭക്തരായിരുന്നു, പക്ഷേ അവരുടെ സാഹചര്യം അവർ ഇങ്ങനെയാ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ പറയും നമുക്ക് അടുത്ത ജന്മത്തിൽ നമുക്ക് ഭക്തരാകാം എന്ന് നമ്മൾ പറയും. പക്ഷേ അടുത്ത ജന്മത്തിലും നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. നമ്മുടെ ആ ഒരു അഹങ്കാരത്തിൽ മതിമറന്നു പോകും, സമ്പത്തിൽ മതിമറന്നു പോകും, നമ്മുടെ ജീവിത രീതിയിൽ മതിമറന്നു പോകും. അവിടെ നമ്മൾ ഭഗവാനെ ഓർക്കാൻ പോലും സാഹചര്യം കിട്ടിയെന്ന് വരികയില്ല. അല്ലെങ്കിൽ ഭരതമഹാരാജാവിനെ പോലെയുള്ളവർക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ഒരുപാട് രീതിയിൽ ഒരു വിഷൻ, ശ്രീല പ്രഭുപാദർക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെയും അതിന് അർഹതപ്പെട്ടവരാണ്, അവരെ മാറ്റിയെടുക്കേണ്ടത് എൻ്റെ കടമയാണ് എന്നുള്ളത് ശ്രീല പ്രഭുപാദരെ അവിടെ കണ്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അവര് എത്രയോ ഭക്തരായി മാറുകയും ചെയ്തിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയും. അത് ചെല്ലുന്ന മനുഷ്യന്റെ മനസ്സിനെ അനുസരിച്ചിരിക്കും. നമ്മൾ ചെല്ലുന്ന നമ്മുടെ മനസ്സിനെ അനുസരിച്ചാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്കെല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ളതാണ് ജീവേര സ്വരൂപ ഹയ കൃഷ്ണേര നിത്യദാസ. എന്താണ് സത്ത എന്ന് പറയുന്നത്? കൃഷ്ണന്റെ നിത്യദാസനാകുന്നു. അതാണ് അഭിധേയ ജ്ഞാനം എന്ന് പറയുന്നത് തന്നെ, അല്ലെ? അപ്പം ജീവസത്ത കൃഷ്ണന്റെ നിത്യദാസനാണ്. പക്ഷെ എന്ത് പറയുന്നു? അത് മൂടിക്കിടക്കുന്നു. അഗ്നി ചിലപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്കറിയാം. ഇവിടെ നമ്മളിപ്പോ സാധാരണ അടുപ്പൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അടുപ്പിൽ തീ കത്തിച്ചിട്ട് ഇപ്പൊ ചോറൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ കെടുത്തിയിടുമ്പോഴേ
അകത്ത് തീയുണ്ട്, പക്ഷേ ചാരം മൂടിക്കിടക്കുകയാണ്. അപ്പൊ ചാരത്തെയാണ് നമ്മൾ കാണുന്നത്, അവിടെ തീ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ മൂടിക്കിടക്കുന്ന ഭക്തിയെ എടുത്തു വെളിയിൽ കൊണ്ടുവരാൻ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അത് വെളിയിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ജീവേര സ്വരൂപ കൃഷ്ണേര നിത്യദാസ. അപ്പൊ ജീവസത്തെ എപ്പോഴും കൃഷ്ണന്റെ നിത്യദാസനാകുന്നു എന്നാണ് അവിടെ നമ്മള് പറഞ്ഞു തന്നിട്ടുള്ളത് വേദാന്തത്തില്. അപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാരെ കണ്ടു. ഇവരിൽ എത്രയോ ഭക്തരുണ്ട്, ഇവർ എത്രയോ പേര് ബഹിരംഗ ശക്തിയിൽ ജീവിക്കുന്നവരുണ്ട്, എത്രയോ പേര് അന്തരംഗ ശക്തിയെ മനസ്സിലാക്കിയിട്ടുള്ളവര് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത് തത്ര തത്രോപസൃണ്വാന സ്വപൂർവേഷാം മഹാത്മനാം പ്രഗീയമാണാം ശേഷഃ കൃഷ്ണ മാഹാത്മ്യ സൂചകം. ഇനി അടുത്ത ലൈൻസിലേക്ക് കടക്കാം. ആത്മാനഞ്ച പരിത്രാധം അശ്വത്ഥാപ്നോസ്ത്രതേജസഃ സ്നേഹം ച വൃഷ്ണിവാർത്താനാം തേഷാം ഭക്തിം ച കേശവേ. ആത്മാനം ച പരിത്രാതം. ആത്മാനം ച പരിത്രാതം. ആത്മാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവെ, സ്വന്തം ആത്മാവെ, പരിത്രാതം സ്വതന്ത്രമായി. എങ്ങനെ? അശ്വത്ഥാപ്നോസ്ത്ര തേജസഃ. അശ്വത്ഥാമാവിന്റെ അതേക്കുറിച്ച് പറഞ്ഞു വരികയാണ്. അശ്വത്ഥാമാവിന്റെ അസ്ത്ര തേജസഃ, ഉജ്ജ്വല രശ്മികൾ, തേജസ്, അസ്ത്രത്തിന്റെ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോഴേ എന്താണ്? ബ്രഹ്മാസ്ത്രത്തിന്റെ ഉജ്ജ്വല രശ്മികളെ. പിന്നെ സ്നേഹം ച വൃഷ്ണി. ഇപ്പൊ ആൾക്കാർ പറയുന്നതാണ് ഓരോ കാര്യങ്ങളെ കുറിച്ചും പറയുന്ന. സ്നേഹം ച വൃഷ്ണി പാർത്താനാം. സ്നേഹം മലയാളത്തിലെ സ്നേഹം തന്നെ. വൃഷ്ണി പാർത്താനാം, വൃഷ്ണി വംശജരെ കുറിച്ചും. പിന്നെയോ പൃഥരുടെ പൃഥ എന്ന് പറയുന്നത് കുന്തി ദേവിയുടെ മക്കളെ കുറിച്ചും അന്യോന്യം. തേഷാം, അവരെല്ലാവരും. തേഷാം എന്ന വാക്ക്, തേഷാം ഭക്തിം ച കേശവേ. ഭക്തി തന്നെ ച കേശവേ, കൃഷ്ണ ഭഗവാനിൽ ഭക്തിയുള്ളവരായ അവരെ, കേശവേ കൃഷ്ണ ഭഗവാനും, തേഭ്യ അവരും, പരമമായി, സന്തുഷ്ടരായി, പ്രീതി ആകർഷണം, ഉജ്രംഭിത, പ്രീത്യുജ്രംഭിത, ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ. പ്രീത്യുജ്രംഭിത ലോചനഃ, നിങ്ങൾ കേട്ടില്ലാത്ത വാക്കാണ്. പ്രീത്യുജ്രംഭിത ലോചന, പ്രീതി പ്ലസ് ഉജ്ജംഭൃത പ്ലസ് ലോചനഃ, അങ്ങനെ തന്നെ പിരിക്കണം. പ്രീതി എന്ന് പറയുമ്പോഴേ ആകർഷണം, ഉജ്രംഭിത എന്ന് പറയുമ്പോഴേ സന്തോഷത്തോടെ ഒരു തുറക്കുക എന്നുള്ള അർത്ഥം, മനസ്സ് തുറക്കുക എന്നൊക്കെ പറയത്തില്ലേ, അത്. പ്രീതി ഉജ്രംഭിത ലോചനം, അങ്ങനെയുള്ള കണ്ണുകളുള്ളവർ. നമ്മൾ എന്തെങ്കിലും അതിശയകരമായ കാര്യങ്ങൾ പറയുമ്പോൾ, നമ്മുടെ മനസ്സ് തുറക്കുമ്പോൾ നമ്മുടെ കണ്ണുകളും വളരെ വികസിച്ചു വരും എന്നുള്ളത്. ലോചനം, അങ്ങനെയുള്ള ആരാണെന്ന് നമുക്കിപ്പോ അറിയാം. പിന്നെ മഹാധനാനി, അമൂല്യമായ സമ്പത്ത്. മഹാധനാനി വാസാംസി. വാസാംസി എന്ന് പറയുമ്പോൾ ഉടയാട. ദദൗ, ദാനമായി നൽകി. ഹാരാൻ, കണ്ഠാഭരണം. അഹാമന, വിശാല വീക്ഷണമുള്ളവൻ. അപ്പൊ അദ്ദേഹം അവിടെ ചെല്ലാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അവിടെ എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പൂർവികരെ കുറിച്ചും കേശവേ കൃഷ്ണനെ കുറിച്ചും ഉള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങ് ആശ്ചര്യചകിതനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കാര്യങ്ങൾ അവർക്കെല്ലാം എന്തു കൊടുത്തു? സമ്മാനങ്ങൾ നൽകി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പ്രയാസമുള്ള വാക്ക് പരിത്രാതം അശ്വത്ഥാപ്നോ. അവിടെ ഒരു ഇത് പിരിക്കേണ്ടതായിട്ടുണ്ട്. പരിത്രാതം സ്വതന്ത്രമായി, അശ്വത്ഥാത്മന എന്ന് പറഞ്ഞ അശ്വത്ഥാവിന്റെ അസ്ത്ര തേജസഃ, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വൃഷ്ണിപാർത്താന, അതെല്ലാവർക്കും അറിയാം. പ്രീത്യുജ്രംഭിത ലോചനഃ എന്ന് പറയാം. പ്രീതി ഉജ്രംഭിത ലോചനഃ, അത്രയേ ഉള്ളൂ. മറ്റു വാക്കുകളൊക്കെ ചെറിയ വാക്കുകളാണ്. വായിച്ചോളൂ അടുത്ത ലൈൻസ്. ആത്മാനഞ്ച. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ആത്മാനം ച പരിത്രാതം അശ്വത്ഥാത്മനോസ്ത്ര തേജസഃ സ്നേഹം ച വൃഷ്ണിപാർത്ഥാനാം തേഷാം ഭക്തിം ച കേശവേ. തേഭ്യ പരമസന്തുഷ്ട പ്രീത്യജുംഭിതലോചനഃ
മഹാധനാനി വാസാംസി ദദൗഹാരാൻ മഹാമനാഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. പ്രീതി ഉജ്രംഭിത, ഇറ എന്ന് കേട്ടോ, ഉജ്രംഭിത ലോചന. ഓക്കെ, പ്രീതി. ഇനി ആരാ ഒരു മാതാജിയുടെ വായിക്കണമെന്ന് പറഞ്ഞു, വായിച്ചു. ആത്മാനം ച പരിത്രാതം അശുദ്ധാത്മനോ അസ്ത്രതേജസഃ സ്നേഹം ച വൃഷ്ണിപാത്താനാം തേഷാം ഭക്തി ച കേശവേ തേഭ്യാം പരമസന്തുഷ്ട പ്രീതി ഉജ്ജംഭൃതലോചനഃ മഹാധനാനി വാസാംസി ദദൗഹാരാൻ മഹാമനഃ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അത് 4 ലൈൻസ് എടുത്തെങ്കിലേ നമുക്ക് അർത്ഥം ശരിയാക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് ഒന്നിച്ച് വായിക്കാൻ പറഞ്ഞത്. അപ്പം ഇവിടെ എന്താണ് അദ്ദേഹം കേട്ടത്? നമ്മളെ 3:29-12 ഒരു ശ്ലോകം പറയുന്നുണ്ട്. മത് ഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശയേ മനോഗതിരവിഛിന്ന യഥാ ഗംഗാംബസോംബുധോ എന്ന് പറയുന്നുണ്ട്. ആരാ പറയുന്നത്? അവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുക, സ്വന്തം മാതാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. കപിലമുനി ഭഗവാനായിട്ട് വന്നിട്ട് ദേവഹൂതിയാകുന്ന സ്വന്തം അമ്മ സംശയം ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. മത്ഗുണശ്രുതി മാത്രേണ, എന്റെ ഗുണങ്ങളുടെ കേൾക്കുന്ന അവസരത്തിൽ തന്നെ, മത്ഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശയേ, എല്ലാവരിലും എല്ലാവരുടെ അന്തരംഗത്തിൽ, മയി സർവഗുഹാശയേ, എല്ലാവരുടെ അന്തരംഗത്തിൽ വിളങ്ങുന്ന മനോഗതിരവിഛിന്ന, അതിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ആ എന്നെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ യഥാ ഗംഗോംബസോംബധവും എന്ന് പറഞ്ഞാൽ ഗംഗാജലം എങ്ങനെയാണോ ഒഴുകി വന്നിട്ട്, നമുക്കറിയാം മിക്കവാറും ഗംഗ കണ്ടിട്ടുള്ളവരാണ്, ഗംഗ ഉയർന്ന പർവ്വത സാനുക്കളിൽ നിന്ന് ഒഴുകി ഒഴുകി വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഉത്തർപ്രദേശിന്റെ ആ മധ്യമേഖലയിൽ കൂടി കടന്ന് വന്നിട്ട് ബീഹാറും അതുപോലെ വെസ്റ്റ് ബംഗാളിന്റെ അവിടെ ചെല്ലുമ്പോൾ അത് പലതായി പിരിഞ്ഞിട്ട് അത് ധൃതി വെച്ച് ഞാൻ മുന്നേ എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നത് പോലെ ആ ഗംഗ പലതായി പിരിഞ്ഞിട്ട്, നമുക്കറിയാം ഹരിദ്വാറിൽ ചെല്ലുമ്പോൾ എത്ര ഇതായിട്ടാണ് ഗംഗ ഒഴുകുന്നത്, എത്രയായിട്ടാണെന്നുള്ളത്. ഒഴുകി എന്ത് ചെയ്യുന്നു? കടലിൽ പതിക്കുകയാണ് അതിന്റെ ആവശ്യം. അതിനുവേണ്ടി ഒഴുകി പോകുന്നത് പോലെ ഗംഗ എങ്ങനെയാണോ സാഗരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ധൃതിപ്പെടുന്നത്, അതുപോലെ എന്റെ ഭക്തന്മാർ എന്നെ കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് സർവഹൃദയങ്ങളിലും, ഗുഹ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയമാണ്, സർവഹൃദയങ്ങളിലും വസിക്കുന്ന എന്നിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഭക്തന്മാർ അങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവരിലും വസിക്കുന്ന എന്നിലേക്ക്, സർവഹൃദയങ്ങളിലും വസിക്കുന്ന എന്നിലേക്ക് ഭക്തന്മാർ പ്രവഹിക്കുന്നു. ഏതുപോലെ ഗംഗ ഒഴുകി വന്ന് ഹരിദ്വാറിൽ വെച്ച് പലതായിട്ട് പിരിഞ്ഞ് ഓടി അങ്ങ് സാഗരത്തിലേക്ക് പോകുന്നത് പോലെ ഇവിടെ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഭക്തന്മാരുടെ മനസ്സ് അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടുന്നു. അതാണ് ഇവിടെ ഭഗവാനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഭക്തനെ കുറിച്ചും പറഞ്ഞേ പറ്റുള്ളൂ. ഭഗവാനെ ഭക്തനിൽ നിന്ന് വേർപെടുത്താനേ കഴിയുകയില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളതിന്റെ ശ്രീല പ്രഭുപാദരുടെ പർപ്പോർട്ട് ഒന്നുകൂടി നോക്കാം. അപ്പൊ അവിടെ പറയുന്നു, പിന്നെ അതുപോലെ വിവർത്തനവും ഞാൻ വായിച്ചില്ല. രാജാവ് സന്ദർശിച്ച സ്ഥലങ്ങളിലൊക്കെയും ഭഗവത് ഭക്തരായ തന്റെ പൂർവികരുടെ പ്രതാപത്തെക്കുറിച്ചും ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതാപാർഹമായ കാര്യങ്ങളെക്കുറിച്ചും മാഹാത്മ്യങ്ങളെക്കുറിച്ചും നിരന്തരം ശ്രവിച്ചു. മാത്രവുമല്ല, എപ്രകാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തെ അശ്വത്ഥാമാവിന്റെ അസ്ത്രത്തിന്റെ അതിശക്തമായ താപത്തിൽ നിന്നും രക്ഷിച്ചതെന്നും ശ്രമിച്ചു. അപ്പം അതും അവിടെ കേട്ടു. ഭഗവാൻ കേശവനോട് പ്രതകൾക്കുള്ള മഹാഭക്തി ഹേതുവായി, പ്രതകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പാണ്ഡവരെ കുറിച്ച് അവിടെ മഹാഭക്തി ഹേതുവായി. അപ്പൊ അങ്ങനെ പ്രതകൾക്കും വൃഷ്ണികുല വംശജർക്കും മധ്യേയുള്ള ഗാഠമായ പരസ്പര സ്നേഹത്തെ കുറിച്ച് ജനങ്ങൾ പരാമർശിച്ചു. അപ്പൊ അത്തരം മഹാത്മ്യങ്ങൾ ആലപിച്ച ഗായകരിൽ അത്യന്തം സന്തുഷ്ടനായ രാജാവ് അതീവ സംതൃപ്തിയോടെ അവരിൽ കടാക്ഷിക്കുകയും സന്തോഷത്തോടെ അമൂല്യമായ കണ്ഠാഭരണങ്ങളും വില കൂടിയ ഉടയാടകളും പാരിതോഷികമായി സമ്മാനിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ കേശവനെ കുറിച്ചും ഭഗവാൻ കേശവനോടെ എങ്ങനെയാണോ പാണ്ഡവരെ
പാണ്ഡവർക്ക് എത്ര ഭക്തി ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചും അവർക്കുള്ള പരസ്പര സ്നേഹത്തെക്കുറിച്ചും വിജയനോടും അർജുനനോടും മറ്റു പാണ്ഡവരോടും ഭഗവാനുള്ള സ്നേഹത്തെക്കുറിച്ചും ഒക്കെയാണ് ഇവർ വിവരിക്കുന്നത് കേട്ടത്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഭഗവാനെ കുറിച്ച് കേട്ടിട്ട്, കാരണം ഭഗവാനെ കണ്ട ആളാണ് അദ്ദേഹം, അതിന്റെ ഉള്ളിൽ ഭഗവാനെ കാണുകയാണ് ചെയ്തത്. അപ്പം ആ ഒരു ഇത് മനസ്സിലുണ്ട്. ഭഗവാനെ കണ്ടത് അന്ന് തൊട്ട് ഭഗവാനെ എന്ത് ചെയ്യുകയാണ്, അതേ രൂപം എവിടെ അതേലും ആയിട്ട് ഒരു സാമ്യമുള്ള രൂപം കണ്ടാലും അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണല്ലോ പരീക്ഷത്തെന്ന് പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്ന ആളും കൂടിയാണ്. അങ്ങനെ അവരെയൊക്കെ ഇതിനെ ഭഗവാനെ കുറിച്ച് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ അവരെ കുറിച്ച് കേട്ട് ആ ജനങ്ങളോടുള്ള സന്തോഷത്തോടെ അദ്ദേഹം ഒരുപാട് ആഭരണങ്ങളും മറ്റും പാരിതോഷികമായി സമ്മാനിക്കുകയും ചെയ്തു. അപ്പൊ ഭഗവാനെ കുറിച്ച് കേട്ടാൽ, ഭഗവാൻ എല്ലാവരിലും വിളങ്ങുന്ന ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ ഗംഗാജലം ഒഴുകി പോകുന്നത് പോലെ മനുഷ്യന്റെ മനസ്സ് അവിടേക്ക് എത്തും എന്നുള്ളത് പറഞ്ഞതുപോലെ ഇവിടെ അദ്ദേഹത്തിന്റെ മനസ്സ് ഭഗവാനിലേക്ക് അങ്ങ് കയറുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കൃഷ്ണനെയും അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഭക്തരെയും വിഭജിക്കാൻ സാധ്യമല്ല. ഭക്തനെ പ്രകീർത്തിക്കുകയാണ്, ഭഗവാനെ പ്രകീർത്തിക്കുക, അത് ഒരുപോലെയാണ്. ഭക്തനെ പ്രകീർത്തിക്കുന്നതും ഭഗവാനെ പ്രകീർത്തിക്കുന്നതും ഒരുപോലെയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഭക്തനെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ അവിടെ തന്നെ ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഭക്തനായിരിക്കണം, അല്ലാതെ ആ ഒരു എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഭക്തനാകരുത്. പരിശുദ്ധ ഭക്തനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമോസ്തുതേ മഹായോഗിൻ എന്താണ് പ്രപന്ന മനുഷ്യാധിമാം യഥാ എന്താണ് ത്വച്ചരണാം ഭോജേ രതിസ്യാദന പായിനി എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത് അല്ലെ. നമോസ്തുതേ മഹായോഗിൻ എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഭക്തൻ, പരിശുദ്ധ ഭക്തൻ മുമ്പിൽ വന്നാൽ എന്താണ് നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാ യഥാതരണാം ഭോജേ രതിസ്യാദന പായിനി എന്ന് നമ്മൾ ആ ഭഗവാന്റെ പാദപത്മത്തിൽ എനിക്ക് രതി തരണേ എന്ന് നമ്മൾ ആ ഭക്തന്റെ മുന്നിൽ പറയുമ്പോൾ ആ ഭഗവാൻ പറയുന്നുണ്ട് എന്താണ്, ഭക്തനെയോ എന്റെ ഭക്തന്റെ ഭക്തൻ പറയുന്നത് പോലും ഞാൻ കേൾക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഗുണകീർത്തനം ചെയ്യുക, അതൊക്കെയാണ് കൃഷ്ണനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭഗവാനെ ഗുണവർണ്ണനം ചെയ്യുക എന്നാൽ ഭക്തനെ പ്രകീർത്തിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ അതുപോലെ യുധിഷ്ഠിരനെയും അർജുനെയും പോലുള്ള തന്റെ പൂർവ്വപിതാക്കന്മാരെ അവരുടെ മാഹാത്മ്യങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ വീരകൃത്യങ്ങളുമായി അപ്പൊ അങ്ങനെയുള്ള ബന്ധമില്ലാത്തവയാണെങ്കിൽ അവയെക്കുറിച്ച് ശ്രവിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടാവുമായിരുന്നില്ല. ഇവിടെ സ്വഭക്തരായ അവരെ ആൾക്കാർ, തന്റെ ജനങ്ങളെല്ലാം അത്ര ആകർഷകമുള്ളതായതുകൊണ്ടാണ് അദ്ദേഹം അവിടെ സന്തോഷിച്ചത്. അവരെല്ലാം എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നേരത്തെ പറഞ്ഞു. അശ്വത്ഥമാവെ അവരെ ഉപദ്രവിച്ച കാര്യവും അശ്വത്ഥമാവിന്റെ കാര്യവും അതുപോലെ മാതൃഗർഭത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തെ സംരക്ഷിച്ചു. അപ്പൊ ഇതെല്ലാം ആൾക്കാർ പാടുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം കുരുക്ഷേത്ര യുദ്ധക്കളമാകുന്ന ഈ കുരുക്കിൽ അകപ്പെടുത്തി ഭഗവാൻ അവരെ എന്തിനാണ്? അപ്പം ഭഗവാൻ ഗീതോപദേശകനായി വരാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? എന്റെ ആൾക്കാരെ അവർക്ക് എന്ന് പ്രത്യേകിച്ച് അവരെ എന്തിനാണ് വിഷമിപ്പിച്ചത് എന്ന് നമുക്ക് തോന്നും അല്ലെ. നമുക്ക് തോന്നും ഗോപികമാരെ എന്തിനാണ് വിഷമിപ്പിച്ചത്, അല്ലെങ്കിൽ ഇവരെ എന്തിനാണ് വിഷമിപ്പിച്ചത്, ഭഗവാൻ ഇങ്ങനൊക്കെ ചെയ്തല്ലോ എന്ന് തോന്നും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരതിനായി വന്നവരാണ്. അവർക്ക് അവിടെ ഒരു വിഷമമേ അതിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അവർക്ക് അവിടെ ഒരു വിഷമവും അതില്ല. അവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണ്? ഭഗവാന്റെ ലീലയിലൊന്ന് ഒരു ഭാഗവാക്കാകാനാണ് അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വിഷമം അവർ കാണിക്കുന്നതേ ഉള്ളൂ, അവർ പറയുന്നതേ ഉള്ളൂ. പക്ഷെ അവർക്ക് അതിലൊന്നും യാതൊരു വിഷമവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ ഗീതോപദേശകനായി തീർന്നു എന്ന് വെച്ചാൽ നേരത്തെ ഭഗവത്ഗീത ഉപദേശിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ജ്ഞാനസഹിതമായ ഭഗവാൻ ശുദ്ധഭക്തി ചിലപ്പോ നമുക്ക് നേരെ ഭഗവാനോട് കോമ്പറ്റീഷൻ ആകരുത്. ഒരിക്കലും ഭഗവാനോട് കോമ്പറ്റീഷൻ കാണിക്കരുത്.
കാരണം പറഞ്ഞില്ല, ഭഗവാൻ നേരത്തെ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഭഗവത്ഗീത ഉപദേശിച്ചു തരുന്നു. എന്തുകൊണ്ടാണ്? നീ എന്നിൽ ഒരിക്കലും അസൂയാലുവായിട്ടില്ല, നീ എന്റെ ഭക്തനാണ്, അസൂയാലുവായിട്ടില്ല, അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഭഗവത്ഗീത ഉപദേശിച്ച് തരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു കോമ്പറ്റീറ്റർ ആകാൻ നോക്കരുതേ, ഭഗവാൻ സുഖിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ വരാൻ തന്നെയുള്ള കാരണം എന്താണ്? നമുക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടായി, നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായി, നമ്മുടെ ഈ ഭൗതിക ലോകത്തെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ അറിഞ്ഞപ്പോ ഇവിടെ ഈ സുഖങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്തോ ഒരു ആകർഷണം ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത് തന്നെ. ഇവിടെ വന്നാലെങ്കിലും നമുക്ക് തിരിച്ചു പോകാനാണ് നോക്കേണ്ടത്, ഭഗവാനോട് കോമ്പറ്റീഷൻ അല്ല നമ്മൾ നിൽക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഭഗവാന്റെ എല്ലാ കർമ്മങ്ങളും ഇവരുടെ സ്വാഗത വചനങ്ങളിൽ ഉണ്ടായിരുന്നു. ആരുടെ സ്വാഗത വചനങ്ങളിലെ? അദ്ദേഹം സന്ദർശിച്ച പ്രദേശങ്ങളിലെ സ്വാഗത വചനങ്ങളിൽ ഉണ്ടായിരുന്നു. എവിടെയായാലും ആത്മാർത്ഥതയോടെയുള്ള സ്തുതി കേൾക്കുമ്പോഴും ആത്മാർത്ഥതയില്ലാത്ത സ്തുതി കേൾക്കുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം മാം അനുസ്മര ചിത്തം മയി ഏവ പ്രലീയതേ എന്നാണ് പറയുന്നത്. മാം അനുസ്മര ചിത്തം എന്ന് പറയുമ്പോൾ അത് എന്താണ്? അർപ്പണവും ആവർത്തനവും. അപ്പം സവൈപുംസാം ഫലോധർമ്മോ യഥോഭക്തി രഥോക്ഷതി എന്ന് പറയും. അപ്പൊ എങ്ങനെ ആയിരിക്കണം അത്? അഹൈതുകി അപ്രതിഹത, അഹൈതുകി അപ്രതിഹത, യാതൊരു തടസ്സവുമില്ലാതെ, പിന്നെന്താണ്? യാതൊരു കാരണവുമില്ലാതെ ആയിരിക്കണം നമ്മൾ ഭഗവാനിൽ ഭക്തി ചെയ്യേണ്ടത്. ആരും നമ്മളെ നിർബന്ധിച്ചാകരുത്. നമ്മൾ ആരോട് പറഞ്ഞു കൊടുക്കുകട്ട് മനസ്സിലാക്കിക്കുക, അല്ലാതെ നിർബന്ധിക്കാൻ പോകരുത്. കാരണം നിർബന്ധം കൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പം അർപ്പണത്തോടു കൂടിയായിരിക്കണം, ആവർത്തന ബുദ്ധിയോടുകൂടി ആയിരിക്കണം നമ്മൾ ഭക്തിയെ മനസ്സിലാക്കേണ്ടത്. അപ്പം മനസ്സ് ഭഗവാനിൽ സമർപ്പിച്ച് മനോബലം നേടാൻ നോക്കണം. അപ്പൊ ഇവിടെ ആൾക്കാരെ കണ്ടപ്പോൾ അവരെത്രയോ പൂർവ്വകാലത്ത് ഇതെന്തെല്ലാം ചെയ്തിരുന്നു എന്നുള്ളത് ഇവരെത്ര മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ ആരെയും പ്രീതിപ്പെടുത്താനായി ആയിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ കേട്ടത്. ഗുണവർണ്ണനകൾ, മാഹാത്മ്യങ്ങൾ ഇതൊക്കെ ആലപിക്കുന്നവർക്ക് യഥേഷ്ടം. അപ്പം അത് രാജാവങ്ങ് സന്തുഷ്ടനായിട്ട് അവർക്ക് യഥേഷ്ടം എന്തു കൊടുത്തു? നല്ല സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ വേദാന്തം പഠിക്കും, വേദങ്ങളൊക്കെ പഠിക്കും അല്ലെ, വേദാന്ത സൂത്രമൊക്കെ ആൾക്കാർ ജ്ഞാനം കിട്ടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ പഠിക്കുമ്പോഴും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ ശ്രമിക്കണം. ആത്മാർത്ഥതയില്ലാത്ത മുഖസ്തുതി അല്ല, ആത്മാർത്ഥതയോടുകൂടി ഭഗവാനെ കുറിച്ചും ഭക്തരെ കുറിച്ചും പറയുന്നവരെ മാത്രമേ നമ്മൾ കണക്കിലെടുക്കാവൂ. എന്നാൽ ഭക്തി എന്ന് പറയുന്നത് കൃഷ്ണാകർഷിണിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മുക്തി അല്ല കൃഷ്ണാകർഷിണി, ഭക്തിയാണ് കൃഷ്ണാകർഷിണി. മുക്തി എത്ര തരത്തിലുണ്ട്? നമ്മളെല്ലാം മുക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുക അല്ലെ. മുക്തി ഏതെല്ലാം ഉണ്ട്? ആർക്കും അറിയില്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് 5 തരത്തിലുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സാധാരണയായി കേരളത്തിൽ നമ്മൾ എന്താ പറയുക? കൈവല്യം കിട്ടണം, മോക്ഷം കിട്ടണം ഇല്ലേ, മുക്തി കിട്ടണം എന്ന് പറയുമ്പോൾ അതിന് എന്തർത്ഥമാണ് നമ്മൾ കൊടുക്കുന്നത്? കൈവല്യം, മോക്ഷം അല്ലെ. അതിനെ എന്താ നമ്മൾ പറയാ? സായുജ്യം എന്ന് പറയും അല്ലെ. സായുജ്യം നേടുക എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ ഭക്തന്മാര്, ശുദ്ധ ഭക്തന്മാര് അതിന് പ്രാധാന്യം കൊടുക്കാറേ ഇല്ല. എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും ഭഗവാനെ ലയിച്ചു ചേരണമെന്നാണ് അവരുടെ വിശ്വാസം. ഭഗവാനിൽ ലയിച്ചു ചേരുക. അപ്പൊ അതുപോലെ ഭഗവാൻ ലയിച്ചു തേടിയ കാര്യമായില്ലേ. എന്താ പിന്നെ അവിടെ നമുക്ക് വേണ്ടെന്ന് പറയുന്നത്? എന്താ? ശുദ്ധ ഭക്തന്മാര് വേണ്ടെന്ന് പറയുന്നു. എന്താ കാര്യം? ഭഗവാന്റെ അടുത്തേക്ക് സേവനം ചെയ്യാനാണ് ശുദ്ധ ഭക്തന് ഇഷ്ടം. അപ്പൊ നമ്മൾ ഇവിടെ വരുന്നത് ഭഗവത് സേവനം ചെയ്യാനാണ്. ഇപ്പൊ ഒരമ്മയുടെ ഗർഭത്തിൽ നിന്നൊരു കുട്ടി വെളിയിലേക്ക് വന്നിട്ട് ആ കുട്ടി ഇവിടെ വന്നിട്ട് എന്താണ് അതിന്റെ പ്രധാന ഉദ്ദേശം? ആ കുട്ടി വരുന്നത് തന്നെ ഭഗവാനെ കുറിച്ച് കേട്ടിട്ട് തിരിച്ചു പോകാനായിരിക്കണമെന്നാണ്. അപ്പൊ അങ്ങനെ ഇവിടെ വന്നിട്ട് ഇല്ല ഞാൻ പോകുന്നില്ല, ഞാൻ തിരിച്ച് അമ്മയുടെ വയറ്റിൽ കയറാമെന്ന് പറയുന്നത് പോലെയാണ് ഒരു ഭക്തൻ എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തി, ഭക്തനല്ല വ്യക്തി എന്ത് ചെയ്യുന്നു? ഭക്തിയോടെ ഭഗവാനെ കുറിച്ചൊക്കെ ഓർത്തതിന് ശേഷം എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട, എനിക്ക് ഭഗവാൻ ലയിക്കണം എന്ന ഭാവത്തോടു കൂടി ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ
അത് ഒരുപാട് കാലം സുഖമായി ജീവിക്കാനൊക്കെ കഴിയും അല്ലേ? അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ ആ ഭക്തിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല യഥാർത്ഥ ഭക്തര്. അത് ഭഗവാനിൽ ചെന്ന് ലയിച്ചു ചേരും. പക്ഷെ അവർക്കൊരു കുഴപ്പമുണ്ട്. പിന്നീട് ബ്രഹ്മാവ് എപ്പോഴാണോ അടുത്ത സൃഷ്ടി തുടങ്ങുന്നത് വീണ്ടും തിരിച്ചിവിടെ വരേണ്ടതായിട്ട് വരും. അവിടെ ഭഗവാനുമായിട്ട് യോജിക്കാൻ കഴിയും. എന്നുവെച്ചാൽ ഭഗവാനെ സേവിക്കാനുള്ള സാഹചര്യം അവർക്ക് പിന്നെ കിട്ടുകയില്ല. അതാണ് പിന്നെ ഇവിടെ വന്നിട്ട് വേണം. ആ രീതി ആയതുകൊണ്ടാണ് ആ ഒരു സായുജ്യത്തിന് പ്രാധാന്യം കൊടുക്കാത്തത്. പിന്നെന്താണ് സായുജ്യം കഴിഞ്ഞിട്ട് എന്താ? സാമീപ്യം. സാമീപ്യം എന്ന് പറയുമ്പോൾ എന്താണ്? ഭഗവാന്റെ കൂടെ അർജുനൻ നടക്കുന്ന പോലെ എപ്പോഴും ഭഗവാനോടൊപ്പം നടക്കാനുള്ള ഭാഗ്യം കിട്ടുക. ഒന്ന്. സാരൂപ്യം. ഭഗവാന്റെ അതേ രൂപത്തോടു കൂടി ഭഗവാന്റെ ലോകത്ത് കഴിയാൻ കഴിയുക. അത് സാലോക്യം. ഭഗവാന്റെ ലോകത്തിൽ തന്നെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനോടൊപ്പം കഴിയാനുള്ള കഴിവ് അല്ലെ? പിന്നെന്താണുള്ളത്? സാഷ്ടി. ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും അതേപടി അങ്ങ് കൊടുക്കുക. അങ്ങനെ ആർക്ക് കിട്ടിയിട്ടുണ്ടത്? ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഭഗവാനുള്ള ഐശ്വര്യം അതേപടി ആര് കൊണ്ട് കൊടുത്തു? രുക്മിണി ദേവി കൊടുത്തു. ആർക്കാ കൊടുത്തത്? സുദാമാവിന്. അതെ, ആ സുദാമാവിന് അതേ ഐശ്വര്യം അതേപടി സാഷ്ടി അതുപോലെ കൊടുത്തു അല്ലെ? അപ്പൊ അങ്ങനെ ഈ 4 കാര്യം, ഈ 4 ഏതെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിന് യോജിക്കുന്നതാണ് നമ്മളെ ശുദ്ധഭക്തന്മാരെ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഭക്തി ഇതിനൊപ്പം അപ്പുറത്താണ്. ഈ ഭാഗത്ത് ഇതിവിടെ നിന്നുകൊണ്ട് നമ്മൾ ഭക്തിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഭക്തി ഇതിലും കൂടിയതാണ്. അപ്പം അത് ആ ഭക്തി വരുമ്പോഴാണ് ജീവേര സ്വരൂപ കൃഷ്ണേര നിത്യദാസ, ഞാൻ ജീവസത്ത കൃഷ്ണന്റെ നിത്യദാസനാകുന്നു എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മളെ എത്തി മനസ്സിലാക്കുന്നത്. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം കഴിഞ്ഞു. ഗുണം നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ഒരു പോയിന്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഭക്തി കൃഷ്ണാകൃഷ്ണിയാകുന്നത് പോലെ ഭഗവാൻ എന്ന് പറയുമ്പം എന്താണ്? ഭക്തരെ കുറിച്ച് പറയണം. അതുപോലെ രാജാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വസ്ത സഹചരന്മാരെയും അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ ജനങ്ങളെയും കുറിച്ചൊക്കെ നമ്മൾ ഓർക്കേണ്ടതായുണ്ട് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വിട്ടുപോയിരുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് നിർത്താം. കഴിഞ്ഞ